ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ പോണത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ പുഴയിലേക്കാട്ടോ. പുഴ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് മോളെ അംഗനവാടിയിലൊക്കെ കൊണ്ടുപോയാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ്ട് മൂപ്പര് രാവിലെ തന്നെ പോകുന്നതാട്ടോ. ചായയും കുടിച്ച് പോകുന്നതാണ്. ഇതിനുണ്ടല്ലോ, ഈ മീൻ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഹരമാണ് കേട്ടോ. ഇതിങ്ങനെ എത്ര നേരം വേണമെങ്കിലും ആ ചൂണ്ടക്കയറും പിടിച്ച് അങ്ങനെ നിന്നോളൂ. എത്ര നേരം വേണമെങ്കിൽ ഇരിക്കൊന്നുമില്ല. ഈ നൃത്തം അങ്ങനെ നിൽക്കും. തിന്നാനും വേണ്ട, കുടിക്കാനും വേണ്ട. എത്ര നേരം നിൽക്കും എന്നറിയോ? പുഴയിൽ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഇതന്നെ പണി ഉണ്ടാവുള്ളൂ കേട്ടോ. മഴക്കാലത്തൊന്നും പോരലില്ല കേട്ടോ. വേനലായി കഴിഞ്ഞാൽ മാത്രമേ മൂപ്പര് മീൻ പിടിക്കാൻ പോരുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് 2 മീനൊക്കെ കിട്ടീന് കേട്ടോ. അതിനൊക്കെ പിടിച്ചാണ്ട് വലയിലിട്ട് വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണേ. ഇതിറ്റുകളെ കൊണ്ടുപോയി നമുക്ക് പൊള്ളിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. ഒരു മടിയില്ല കേട്ടോ ഈ മനുഷ്യന് ഈ നൃത്തം നിൽക്കാൻ. എന്നിട്ടാണെങ്കിലോ ചില ദിവസം ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഈ മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റ ഉണ്ടല്ലോ, അതൊക്കെ കുഴക്കണൊക്കെ കാണാം. എന്തൊക്കെ ഫ്ലേവറൊക്കെയാണ് അതിനകത്ത് ചേർക്കുക എന്നറിയാം. എന്നിട്ടാണ് ഇതൊക്കെ മാവൊക്കെ കുഴച്ചുകൊണ്ടുവരുന്നറിയാം. അപ്പം ഇതുണ്ടല്ലോ, പണ്ട് ഇവിടെ മണലൊക്കെ എടുക്കുന്ന സ്ഥലമാണല്ലോ. അപ്പം അതാട്ടോ ആ തോണി. ഇപ്പം പിന്നെ മണലെടുക്കലൊന്നും ഇല്ലല്ലോ. അപ്പം ഈ വെള്ളം ഇങ്ങനെ തോട്ടിക്ക് ഇങ്ങനെ കയറുന്ന സ്ഥലമാട്ടോ. അപ്പോൾ ഇപ്പം ഭയങ്കര ആഴാന്നാണ് പറഞ്ഞത് കേട്ടോ. വെള്ളം 2 അടി 2 ആൾ നിന്നാലൊക്കെ അത്രയും ആഴമുള്ള സ്ഥലമാണല്ലോ മണലെടുത്തിട്ടേ. അപ്പോൾ കണ്ട കുഞ്ഞ് കരിമീൻ കുട്ടികളാണ് കേട്ടോ. ഞാൻ ചെറിയ കഷ്ണം ഇങ്ങനെ മൈദ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആയിട്ടുള്ളത് തിന്നാൻ വേണ്ടി വരിക കേട്ടോ. നല്ല രസമാണ്. ചില സമയത്ത് കുറേ കുഞ്ഞത് കൂട്ടായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കാറ്റടിക്കുന്നതിനോട് നമുക്ക് വെയിലിൻ്റെ ചൂടും അല്ലാതെ അറിയില്ല. അപ്പം ഞാനിങ്ങനെ കരക്കി വയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ എടുത്ത് നിന്നാൽ വർത്താനം പറഞ്ഞാൽ മീൻ കിട്ടില്ല പറഞ്ഞാണ്ട് എന്നോട് എടുത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാനവിടെ പോയാണ്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യും. ഇതിങ്ങനെ കണ്ടിരിക്കാനുണ്ടല്ലോ എന്താ രസം എന്നറിയാം. ഈ വെള്ളവും ഈ കരയും ഇങ്ങനെ കണ്ടിരിക്കാൻ പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവേ. കണ്ടോ മൂപ്പരെ തലയിൽ വെയിലടിക്കണം. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ആ നൃത്തം അങ്ങനെ നിൽക്കും. ഇന്ന് മീൻ കിട്ടൽ കുറവാണ്, അതുകൊണ്ട് നമുക്ക് പോവുക പറഞ്ഞാണ്ട് ബാക്കി തീറ്റ മീനുകൾ തിന്നോട്ടെ പറഞ്ഞാണ്ട് എറിഞ്ഞു കൊടുക്കുക കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. ഇനി പണ്ട് ഇവിടെ കൂടെ റോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മണലെടുക്കണ സമയത്തേ. ഇപ്പം പിന്നെ കുറേ വർഷമായതുകൊണ്ട് ഒക്കെ റോഡൊക്കെ പോയി ഒരു നടവഴി പോലെ മാത്രമായി കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ മറ്റേ കൂർക്കന്മാർ എന്നാണ് പറയുക. മറ്റേ കുറുനരി ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടംമാരുണ്ട് കേട്ടോ. ഇവർ ചിലപ്പോൾ നമ്മളെ കാലൊച്ച കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടെ ഒക്കെ പായനെ കാണാം. ഇന്നിപ്പോൾ കണ്ടില്ല കേട്ടോ. പിന്നെ കുഴിമുഴലൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ചേട്ടാ എന്നോട് ഇങ്ങനെ പറയുക കേട്ടോ, എന്നെ വീഡിയോയിൽ എടുക്കല്ലേ, ഓരോക്കെ ആൾക്കാർ കാണുന്നതല്ലേ. അപ്പം ഞാൻ പറയാം നമ്മളെ ചാനൽ അതിന് മാത്രം ഫേമസ് ഒന്നും ആയിട്ടില്ല, വ്യൂസൊന്നും ഇല്ല, ആര് കാണാൻ നമ്മളെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ പറഞ്ഞ് പോരുക കേട്ടോ ഞങ്ങൾ. അപ്പം നമ്മൾ ബൈക്ക് വെച്ച സ്ഥലത്തെത്തിട്ടോ. അടിഞ്ഞ് ഇവിടുന്ന് കുറച്ച് ദൂരെ പോകാനുള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. മൂപ്പര് പിന്നെ പോരുമ്പോൾ വണ്ടി എടുത്തേ പോരുള്ളൂ. അപ്പോൾ പിന്നെ ഞാനും ബൈക്കിൽ കയറി എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ ഈ മീനൊക്കെ കൊണ്ടുപോയാണ്ട് പൊള്ളിക്കുകയോ വറുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ശരി കേട്ടോ.